ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നെൻ്റെ ശബ്ദം ഇച്ചിരി അടഞ്ഞിരിക്കുകയാണ്. 2 ദിവസമായിട്ട് തൊണ്ടയിൽ ഒരു കിരികിടപ്പുണ്ട്. ചെറിയൊരു ജലദോഷത്തിൻ്റെ ആരംഭം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും സഹിക്കുക, ശബ്ദം ഇച്ചിരി അടഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നും ഒരു മീൻ കറിയാണ്. ഇന്നുണ്ടാക്കാൻ പോണത് അയലക്കറി. അയലക്കറി മാങ്ങ ഇട്ടത്. ഇന്നുണ്ടാക്കാൻ പോകുന്ന അയലക്കറി നാട്ടിലെ പോലെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ പോലത്തെ ചട്ടി ഇപ്പം കിട്ടാനില്ല കേട്ടോ. പണ്ടത്തെ ചട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഓറഞ്ച് കളറുള്ള ചട്ടി മേടിച്ചിട്ട് അത് പാകം ചെയ്തെടുക്കും. അപ്പം എങ്ങനെ പാകം ചെയ്തതെന്ന് വെച്ചാൽ, ഇത് തീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൽ ഉമി ഇടും, നെല്ലിൻ്റെ ഉമി. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉമി എന്ന് പറഞ്ഞാൽ ഒരു വിവരം ഉണ്ടാകത്തില്ല കേട്ടോ. ചോറ് തന്നെ കഴിക്കുമെന്നറിയില്ല. ചോറ് കഴിക്കുകയാണെങ്കിൽ അവരുടെ ചോറിൻ്റെ പൊതി അരിയുടെ മേലിലുണ്ടായിരുന്നത് ഉമി ഇട്ടിട്ട് ഇതിനകത്തും തീ കൊടുക്കും. അപ്പോൾ തീ താഴ്ത്തുന്നുണ്ട് മേളിന്നുണ്ട്. അത് ഇരുന്ന് കരിയായിട്ടാണ് ഇത് പാകം ചെയ്തെടുക്കുന്നത്. ഇപ്പോഴും നമുക്ക് മേടിക്കുമ്പോൾ തന്നെ കറുത്ത കളറിൽ കിട്ടും ചട്ടി. അപ്പം നമ്മൾ ശരിക്കും പാകം ചെയ്തതെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. എങ്ങനെ അറിയാമെന്നാ? ഇത് കണ്ട കളറടിച്ച സാധനമാണ്. കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് അതിന്റെ കളറ് പെയിന്റ് അടിച്ചതൊക്കെ പോയി. സൗന്ദര്യം കൂട്ടാനായിട്ട് മുഖത്തൊക്കെ പെയിന്റ് അടിക്കുമല്ലോ, അത് വെയിൽ കാണുമ്പോഴത്തേക്ക് ഉരി പോകും. ഇതിങ്ങനെ പെയിന്റ് അടിച്ചത് അടുപ്പത്ത് വെച്ചിട്ട് അപ്പൊ ഇതാണ് ഉപയോഗിക്കണത്. അപ്പൊ എന്തൊക്കെയല്ലോ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ചട്ടിയിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ടൂല ഇത്തരം ചട്ടിയിൽ ഉണ്ടാക്കിയാൽ. പണ്ടുണ്ടാക്കിയിരുന്ന മണ്ണ് അല്ലെങ്കിൽ ചെളി അത് വ്യത്യസ്തമായിരുന്നിരിക്കാം. അതുകൊണ്ടാണോ ഇത് പാകം ചെയ്യുന്ന ക്യൂർ ചെയ്യുന്നതിന്റെ പ്രോസസ്സിങ്ങിന്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. നാട്ടിൽ വെച്ചാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ പണ്ടത്തെ ടേസ്റ്റ് വരുന്നില്ല. അപ്പോ അയലക്കറി ഇതിൽ ഉണ്ടാക്കി നോക്കാം. മാങ്ങയിട്ട് അയലക്കറി വെക്കാനായിട്ട് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ എടുക്കും, ഒരു പച്ചമുളക്. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് നമ്മൾ കീറി ഇടുന്നുണ്ട്, ലേശം മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പൊ അത് കാരണം തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അധികം അതിനകത്തിട്ടുള്ള എരിവ് വേണ്ട. പച്ചമുളക് ഇടുന്ന അതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. തേങ്ങ ഏകദേശം ഒരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് മീനുള്ളത് ഏകദേശം 450 ഗ്രാമാണ്. ഒരു 3/4 ടീസ്പൂൺ ഉലുവ ഞാൻ വെള്ളത്തിലിട്ടതുണ്ട്. വെള്ളത്തിലിട്ട് എന്തിനാന്ന് വെച്ചാൽ അരയ്ക്കാൻ എളുപ്പത്തിനാണ്. നമ്മുടെ നാട്ടിൽ കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളത്തിലിടാത്ത കുതിർക്കാത്ത ഉലുവയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കും, നാട്ടിലും ഇപ്പം മിക്സിയിലാണല്ലേ അരയ്ക്കുന്നത്, ശരിയാണ്, ഒന്ന് കുതിർന്ന് കിട്ടിയാൽ അത് അരയ്ക്കാൻ എളുപ്പമുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ഉള്ളിയും കൂടെ അരയ്ക്കുന്നുണ്ട്. ഇത് ചെറിയ ഉള്ളി, നമ്മുടെ ചുവന്ന ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവാള എടുത്തു. ഇവിടുത്തെ സവാള വെളുത്ത സവാള, നാട്ടിലെ ചുവന്നതല്ല. അപ്പൊ ഇത്രയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ണ പോലെ ആകണ്ട, ഇത് മതി. ഇനി ബാക്കി ചേരുവകളുടെ കാര്യം നോക്കാം. ചട്ടിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചു വച്ചിരിക്കുന്നത് ഇട്ടു. ഇത് കുറെ ഒന്ന് റിൻസ് ചെയ്തിടാം. വെള്ളം കുറച്ച് വേണം നമുക്ക് മീൻ വേവിക്കാനായിട്ട്. കുറച്ചുകൂടെ വെള്ളം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കൂടുതലിടാം, അല്ലെങ്കിൽ പച്ചമുളക് കൂടുതലിടാം, ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. ഉപ്പ് പാകത്തിന് ഇടാവുള്ളൂ കേട്ടോ. പാകത്തിൽ കൂടുതലിട്ടേക്കല്ലേ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ മിക്സ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ഇടുന്നത്? 5 പച്ചമുളക്. മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലെങ്കിലും ഒരുമാതിരി പുളിയുണ്ട്. അപ്പൊ വേറെ പുളിയുടെ ആവശ്യമില്ല. ഇത് നമ്മളൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യും. ഞാൻ കൈ കൊണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ തവി ഉപയോഗിച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ. മാങ്ങ കംപ്ലൈന്റ് ചെയ്യാൻ മുള്ള, തേങ്ങ കംപ്ലൈന്റ് ചെയ്യാൻ മുള്ള, മുളക് ഒട്ടും കംപ്ലൈന്റ് ചെയ്യില്ല. അതിന്റെ നിറങ്ങണ്ട. ഇതിലേക്ക് നമ്മൾ എന്താ ഇടുന്നേ? മുറിച്ചു വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ. അയല നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇടാം, ഇങ്ങനെ മുറിക്കണം എന്നില്ല. ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വറക്കാൻ എടുക്കൂലേ, അതുപോലെ വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ പണ്ടൊരു ചൊല്ലില്ലേ, ശീലിച്ചതേ പാലിക്കൂന്ന്. അതുകൊണ്ടാണ് ഞാൻ മുറിച്ചത്. നമ്മുടെ വീട്ടില് എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചാണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും കഷ്ണങ്ങൾ കിട്ടണമല്ലോ, അതുകൊണ്ട് എല്ലാം മുറിച്ച് ആണ് ഇടുന്നത്. നിനക്ക് 2 പീസ്, നിനക്ക് 2 പീസ്, എനിക്ക് 3 പീസ്, അങ്ങനെ. അപ്പൊ ഇതിന് ഞാൻ വെള്ളം കൂടുതൽ ഒഴിച്ചെങ്കിലും ഇത് പോരാ. നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്കും അതങ്ങനെ ചോട്ടി പിടിക്കും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണേ, ഇപ്പൊ തന്നെ അങ്ങോട്ട് വെള്ളം ഒഴിച്ചേക്കാം.
ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചേക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് കയറ്റാം. അടുപ്പത്ത് കയറ്റി വേവിച്ച് ഒരു പരിവാക്കാം. നമ്മൾ മീൻ വേവിക്കുകയാണ്, സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതൊരു എന്താ പറയാ, മീൻ വേവിക്കാൻ അറിയാലോ എത്ര ചൂട് വേണമെന്നൊക്കെ. നല്ലോണം തിളച്ച് വേകണം, അത് മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് മീൻ വെന്ത് കിട്ടും. മാങ്ങയുടെ കാര്യത്തിൽ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളൂ. എന്ന് വെച്ചാല് പല മാങ്ങയ്ക്കും പല വേവാണ്. അപ്പൊ ഇതിൽ ശരിക്കും നോക്കേണ്ടത് മാങ്ങ വേകുന്നവരെ വേവിക്കണം. പിന്നെ ചാറ് നമുക്ക് അത് കുറച്ച് വെള്ളം കൂടുതലുണ്ടല്ലോ, അത് നമുക്ക് പാകത്തിന് ആകുകയും വേണം. അപ്പം അത് ഒന്ന് തിളച്ച് വേകട്ടെ. ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട്. മാങ്ങ കഷ്ണം നോക്കുകയാണെങ്കിൽ മാങ്ങ കഷ്ണം എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അധികമൊന്നും ചേർക്കാനില്ല. കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവിയിട്ട് അടച്ചു വെക്കുന്നു. കുറച്ച് കരിവേപ്പില, വെളിച്ചെണ്ണ ഇവിടെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറേശ്ശെ ഇത് ഒഴിക്കുന്നതിന് പകരം ഈ പരിപാടിയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ തികച്ചില്ല. ഓഫ് ചെയ്യുന്നു, ഇത് അടച്ചു വെക്കുന്നു. ഇന്ന് 2 സംഗതിയാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. 2 ഒരുമിച്ചാണ് ഉണ്ടാക്കിയത്. അതായത് അയല മാങ്ങ ഇട്ട കറി, പിന്നെ അയല വറുത്തതും. 2ഉം കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മള് മട്ട അരിയുടെ ചോറ്, ആഹാ, അയലക്കറി, മാങ്ങ പച്ചയരച്ച അയലക്കറി, അയല വറുത്തത്. ഇനി എന്താ വേണ്ടേ അല്ലേ? എങ്ങനെയുണ്ട്? വായിൽ വെള്ളം വരുന്നുണ്ടാവും അല്ലേ? എന്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയലക്കറി, അയല വറുത്തത് 2ഉം കൂടെ നമുക്ക് ഈ മട്ട റൈസും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ട റൈസ് വരുന്നതിന് പകരം അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ഞാനിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു, അയല ഫ്രോസൺ ആണ്, നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് അല്ല. പക്ഷെ വേവിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അത് അറിയുന്നില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. മട്ട റൈസും കൂടെ നോക്കട്ടെ. മാങ്ങ സൂപ്പർ. മാങ്ങയ്ക്ക് കുറച്ച് പുളിയുണ്ട്. അത് ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ആ മീനിലൊക്കെ എല്ലാം കൂടെ പിടിച്ചപ്പോഴത്തേക്കും കറക്റ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളൊന്ന് ട്രൈ നോക്കുക. ഈ റെസിപ്പിയിൽ അയലക്കറിയും അയല വറുത്തുമൊക്കെ സുലഭമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാലും വേറൊരു റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കും, വേറൊരാളുടെ റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ നോക്കുക, എന്നിട്ട് കമന്റ് ഇടുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഒരു ലൈക്ക് കൊടുക്കുക, പിന്നെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് അവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. പിന്നെ എന്തുകൊണ്ടുള്ളത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടണ്ടേ? എന്നാലല്ലേ നമ്മളിതൊന്ന് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നോക്കുള്ളൂ. അപ്പോൾ ഇത് എന്തൊക്കെയുണ്ട്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.